ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവദിനത്തെ ധ്യാനിക്കുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദൈവദിന ചിന്തയ്ക്ക് ആധാരമായി 2 ദിനവൃത്താന്ത പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. May the Lord see this and call you to account. ഒരു ചതിയുടെ അന്ത്യത്തിൽ അകപ്പെട്ട വ്യക്തിയുടെ നാവിൽ നിന്ന് അവസാനം പറഞ്ഞ വാക്കുകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഈ ചെയ്തതിന് ദൈവം കണക്ക് ചോദിച്ചുകൊള്ളും എന്നാണ് അതിനർത്ഥം. വേദപുസ്തകം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ നിഷ്കളങ്കരും നിർദോഷികളും നിരപരാധികളുമായ ചിലരെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ചതിച്ചില്ലാതാക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, കായീൻ തന്റെ അനുജനായ ഹാബേലിനെ കൊല്ലണമെന്ന പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അവനെ വയലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊന്നു. യോസേഫിനെ കൊന്നുകളയണമെന്നായിരുന്നു ചതിയന്മാരായ അവന്റെ സഹോദരന്മാരുടെ ഉദ്ദേശം. യോസേഫിന്റെ അങ്കി ആടിന്റെ രക്തത്തിൽ മുക്കി അവനെ ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ അപ്പനെയും അവർ വഞ്ചിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവരാൽ ചതിക്കപ്പെട്ട് യാതന അനുഭവിക്കേണ്ടി വരികയും മരണപ്പെടുകയും ചെയ്തവരുടെ ചരിത്രം വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇനിയുമുണ്ട്. എന്നാൽ ഈ ചതിച്ചവർക്കെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ അവർ എന്ത് നേടി എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ, ആരെയും ചതിച്ചും വഞ്ചിച്ചും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണ മാത്രമാണെന്ന് തിരിച്ചറിയും. കാരണം സ്വർഗത്തിലെ ദൈവം അതിന് കണക്ക് ചോദിക്കാതെ വിടുകയില്ല. മറ്റുള്ളവരെ കുടുക്കാൻ നടക്കുന്നവർ ഒരു നാൾ ദൈവത്തിന്റെ കുടുക്കിൽ വീഴും. ആ വീഴ്ച ഭയാനകമായിരിക്കുമെന്ന് തിരിച്ചറിയുക. യോവാശ് ഇസ്രായേൽ രാജാവായി അധികാരമേറ്റപ്പോൾ ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു. എങ്കിലും പിന്നീട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി. അപ്പോൾ ദൈവം അവരെ മടക്കി വരുത്തുവാൻ തന്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും അവരോട് അരുളപ്പാടുകൾ അറിയിക്കുകയും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആലോചന അറിയിക്കുകയും ചെയ്തെങ്കിലും അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്നാണ് 2 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം പിന്നീട് സഖറിയാവിനെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ ജനത്തോട് മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടായി. ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് യോവാശ് രാജാവിന്റെ കൽപ്പന പ്രകാരം അവർ സഖറിയാവിനെ കല്ലെറിഞ്ഞു. അങ്ങനെ അവൻ അവിടെ വെച്ച് മരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ ഈ ചെയ്തതിന് ദൈവം കണക്ക് ചോദിച്ചു കൊള്ളുമെന്ന്. ദൈവം അവരോട് കണക്ക് ചോദിക്കാതെ വിട്ടില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെ അരാമ്യ സൈന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ആ സൈന്യം പട്ടണത്തിൽ കയറി ഇറങ്ങി കിട്ടിയതെല്ലാം നശിപ്പിച്ചും കൊള്ളയിട്ടും അവർ മുടിച്ചു. യോവാശ് രാജാവിനെ ഒരു ജീവച്ഛവം പോലെ അവർ ഉപേക്ഷിച്ചു. അതുകൊണ്ടും ദൈവത്തിന്റെ കണക്ക് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. സഖറിയാവിനെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞതുപോലെ യോവാശിനെതിരെയും ചിലർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ അവനെ കിടക്കയിൽ വെച്ച് തീർത്തു കളയുകയും ചെയ്തു. അവൻ വിതച്ചത് അവൻ തന്നെ കൊയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം. അന്യായമായി ദൈവജനത്തിനെതിരെ തിരിയുന്നവരും നിർദോഷികളായ ദൈവദാസന്മാർക്കെതിരെ കൂട്ടുകൊട്ടുണ്ടാക്കുന്നവരും നിരപരാധികളെ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവരും ഓർക്കുക, ദൈവം കണക്ക് ചോദിക്കാതെ വിടുകയില്ല. അവർ അളക്കുന്ന അളവിനാൽ അല്ലെങ്കിൽ അവർ
കൊടുക്കുന്ന നാഴി കൊണ്ട് പലിശ സഹിതം ദൈവം അവർക്ക് അളന്നു കൊടുക്കുമെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ തെറ്റുകളും കുറവുകളും എല്ലാം സമ്മതിച്ച് മാനസാന്തരപ്പെട്ടു മടങ്ങി വന്ന ദാവീദിനോട് ദൈവം കർത്താവ് കാണിച്ചത് ഇന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതുകൊണ്ട് കർത്താവ് തരുന്ന അവസരം നഷ്ടപ്പെടാതെ ചതിയും വഞ്ചനയും ഗ്രൂപ്പിസവും എല്ലാം ഉപേക്ഷിച്ച് കൃപയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിന്റെ കൃപയിലേക്കൊരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കുഞ്ഞേ, ആത്മീയ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നതിന് യാതൊരു സംശയമില്ല. ആയതിനാൽ ദൈവം എല്ലാം അറിയുന്നുണ്ട് എന്ന് നീ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്തതിനെല്ലാം ദൈവം കണക്ക് ചോദിച്ചുകൊള്ളും എന്ന പ്രവാചക വാക്യത്തെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് ഹിതമുള്ളതായി മാറട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് നല്ല മനസാക്ഷി തോന്നുന്നതായി മാറട്ടെ. എന്നാൽ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും കുടുംബത്തിനും അനുഗ്രഹമാകുമെന്നതിന് സംശയമില്ല. മറിച്ചാണെങ്കിൽ ദൈവിക ശാപവും പേറി നാം മുന്നേറേണ്ടി വരും. ആയതിനാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കൂട്ടുപിടിച്ച് ഞാൻ പറയുന്നു, ദൈവമെല്ലാം അറിയുന്ന ദൈവമാണ്. ആയതിനാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ നമ്മോടെല്ലാവരോടും കൂടെ ഇതിലേക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി